നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശിരൂർ മലയടിവാരത്തിൽ ഗംഗാവലിപ്പുഴയുടെ തീരത്തെ ലക്ഷ്മൺ നായിക്കിന്റെ വീടും ഹോട്ടലും ദേശീയപാതയിലെ മലയാളി ലോറി ഡ്രൈവർമാരുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. കന്നഡയ്ക്കൊപ്പം മലയാളവും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ലക്ഷ്മൺ നായിക്കിന്റെ ഹോട്ടലിലെത്തിയാൽ രാവിലെ ചൂടുള്ള ഇഡലിയും ദോശയുമൊക്കെ അടങ്ങുന്ന കേരളീയ ഭക്ഷണം കിട്ടുമായിരുന്നു. രാത്രി മുഴുവൻ വണ്ടി ഓടിച്ചെത്തുന്ന ഡ്രൈവർമാർക്ക് കുളിച്ച് വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യവും സൗജന്യമായി ഒരുക്കിയിരുന്നു. വീടും ഹോട്ടലും ഒരുമിച്ചായതുകൊണ്ട് ലക്ഷ്മൺ നായിക്കും ഭാര്യ ശാന്തിയും മക്കളായ റോഷനും അവന്തികയും എപ്പോഴും കടയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. 10 വയസ്സുള്ള റോഷനും 5 വയസ്സുകാരി അവന്തികയും അർജുൻ അടക്കമുള്ള ഡ്രൈവർമാരുടെ കളിക്കൂട്ടുകാരായിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞ കന്നഡ സിനിമാ താരം പുനീത് രാജ്കുമാറിന്റെ ആരാധകനായിരുന്ന ലക്ഷ്മൺ പുനീതിന്റെ വലിയ ചിത്രം കടയ്ക്ക് മുന്നിൽ മാലയിട്ട് തൂക്കിയിരുന്നു. എല്ലാം തകർത്തെറിഞ്ഞ മലയിടിച്ചിൽ ഇരമ്പിയെത്തിയ മണ്ണിനും പാറകൾക്കുമൊപ്പം മലയടിവാരത്ത് ഒറ്റപ്പെട്ടു നിന്ന ലക്ഷ്മണന്റെ കൊച്ചു വീടും ഹോട്ടലും പാടെ തകർന്ന് നദിയിലേക്ക് പതിച്ചു. ആദ്യ ദിനം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ ലക്ഷ്മണന്റെയും ശാന്തിയുടെയും പിന്നീട് റോഷന്റെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പുഴയുടെ മാറിലുറങ്ങിയ അവന്തികയുടെ കുഞ്ഞു ശരീരം 3 ദിവസത്തിന് ശേഷം 8 കിലോമീറ്റർ അകലെ ഗോകർണത്തിന് സമീപത്ത് വെച്ചാണ് കണ്ടെടുത്തത്. ലക്ഷ്മണന്റെ വീടും ഹോട്ടലും നിന്നിരുന്ന സ്ഥലം അങ്ങനെ തന്നെ ഇടിഞ്ഞു പുഴയിലേക്ക് വീണിരുന്നു. ദുരന്തം സംഭവിച്ച ദിവസം വൈകിട്ട് ഈ സ്ഥലത്തിന് ചുറ്റും പരതി നടന്ന ഒരു തെരുവു നായ നാട്ടുകാർക്ക് സങ്കട കാഴ്ചയായി. ഹോട്ടലിന് സമീപം പതിവായി വന്ന് കിടക്കുമായിരുന്ന തെരുവു നായയ്ക്ക് ലക്ഷ്മൺ ആഹാരം കൊടുക്കാറുണ്ടായിരുന്നു. ഇവിടെ എത്തിയ മലയാളികൾ മുമ്പെങ്ങോ ചിത്രീകരിച്ച ഹോട്ടലിന് മുന്നിൽ ഓടിക്കളിക്കുന്ന റോഷന്റെയും അവന്തികയുടെയും വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. അർജുനു വേണ്ടി നടത്തിയ തെരച്ചിൽ ദേശീയപാതയിൽ നിന്ന് നീക്കം ചെയ്ത മണ്ണിൽ വലിയൊരു പങ്ക് ഇപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ളത് ലക്ഷ്മണന്റെ വീടും ഹോട്ടലും നിന്നിരുന്ന ഭാഗത്താണ്. അർജുന്റെ ട്രാക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയതും ഈ സ്ഥലത്തിന് നേരെ താഴെയുള്ള പുഴയുടെ ഭാഗത്താണ്. ഹോട്ടലിന്റെ നേരെ എതിർവശത്ത് ട്രക്ക് നിർത്തിയിരുന്ന അർജുൻ വണ്ടിയിൽ നിന്നിറങ്ങി ഹോട്ടലിലേക്ക് പോയ ശേഷമാണോ അപകടത്തിൽ പെടുന്നതെന്ന കാര്യം ഇനിയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുരന്തത്തിന്റെ ശേഷിപ്പുകളെല്ലാം നീക്കി ദേശീയപാത വീണ്ടും തുറക്കുമ്പോൾ ഇതുവഴി എത്തുന്ന ഡ്രൈവർമാർക്ക് ഇനി ഇവിടം വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാകും.